ഇടിയഞ്ചിറ റെഗുലേറ്റർ നവീകരണ പ്രവർത്തനങ്ങൾ നീളുന്നതിന് കാരണം സർക്കാരിന്റെ പ്രകടമായ വീഴ്ചയാണെന്ന് മുൻ ഡിസിസി പ്രസിഡന്റ് ജോസ് വള്ളൂർ. നവീകരണം നടക്കുന്ന ഇടിയഞ്ചിറ റെഗുലേറ്റർ സന്ദർശനം നടത്തി പ്രൈം ടിവിയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഏപ്രിൽ മാസത്തോടെ പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞ നവീകരണ പ്രവർത്തനങ്ങൾ ഇതുവരെ പൂർത്തിയായിട്ടില്ല. മഴ പെയ്തു തുടങ്ങിയാൽ വെള്ളക്കെട്ട് രൂക്ഷമായി താൽക്കാലിക ബണ്ട് വീണ്ടും പൊട്ടിക്കേണ്ട അവസ്ഥയുണ്ടാകും. ഇത് കർഷകർക്കും പൊതുജനങ്ങൾക്കും ആശങ്കയുണ്ടാക്കുന്നതാണ്. നവീകരണ പ്രവർത്തനങ്ങൾ വൈകുന്നത് MLAയുടെയും അധികൃതരുടെയും ഉത്തരവാദിത്തമില്ലായ്മയ്ക്ക് ഉദാഹരണമാണെന്ന് ജോസ് വള്ളൂർ പറഞ്ഞു. കോടിക്കണക്കിന് രൂപ ചെലവ് ചെയ്ത് ഇതിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൃത്യമായി അത് നേതൃത്വം കൊടുക്കുന്നവരുടെ ഭാഗത്തുണ്ടാകുന്ന അനാസ്ഥ മൂലം പാഴായി പോകുന്നത് നമ്മൾ കാണുകയാണ്. ഈ പ്രദേശത്തെ ഏറ്റവും വലിയ കൃഷിക്ക് ഉപയോഗമാകുന്ന രീതിയിൽ ഈ പ്രദേശത്ത് താമസിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് എന്നും ഉപകാരപ്രദമാകുന്ന രീതിയിൽ നിൽക്കുന്ന ഈ ഒരു പ്രദേശത്തെ ഈ ഒരു ബണ്ടും ഇതുമായി ബന്ധപ്പെട്ട ഷട്ടർ ഉൾപ്പെടുന്ന റെഗുലേറ്റർ കം ബ്രിഡ്ജും ഇങ്ങനെ ഗുരുതരമായ സ്ഥിതിയിലേക്ക് മാറുമ്പോൾ ബന്ധപ്പെട്ട MLA ഉൾപ്പെടെയുള്ള ആളുകൾ, സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന ബന്ധപ്പെട്ട ജനപ്രതിനിധികൾ ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ വീഴ്ചയുടെ ഒരു പ്രകടമായ അടയാളം നമുക്കിവിടെ കാണാൻ സാധിക്കുകയാണ്. ഏപ്രിൽ മാസം 30-ാം തീയതി തീർക്കുമെന്ന് പറഞ്ഞ് പണി കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇനി ഒരു മഴ പെയ്താൽ ഈ പ്രദേശം മുഴുവൻ തകർന്ന് തരിപ്പണമാകുന്ന സ്ഥിതിയിലേക്ക് മാറും എന്നുള്ളത് കൂടെ ഞങ്ങളെ സംബന്ധിച്ച് വലിയ ഭയമുണ്ട്. ബന്ധപ്പെട്ട അധികാരികളോ ബന്ധപ്പെട്ട നേതാക്കളോ ഈ കാര്യത്തിൽ 1% പോലും അവർ ഉത്തരവാദിത്തം നിറവേറ്റുന്നില്ല എന്നുള്ള കടുത്ത പ്രതിഷേധം ഞങ്ങളിവിടെ രേഖപ്പെടുത്തുക. മണ്ഡലം പ്രസിഡന്റുമാരായ PB ഗിരീഷ്, PP സ്റ്റീഫൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ആൻഡോ ലിജോ, മണികണ്ഠൻ മഞ്ചറമ്പത്ത്, അലിമോൻ പുത്തൻപുരയിൽ, അൽതാഫ് തങ്ങൾ, അഷറഫ് തങ്ങൾ എന്നിവർ സ്ഥലത്തുണ്ടായിരുന്നു.